ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യൂയിങ് തിയറിയാണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ക്യൂയിങ് തിയറി. വേറെ പേരിൽ പറഞ്ഞാൽ അതിനെ വെയിറ്റിംഗ് ലൈൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അന്നേരം ക്യൂയിങ് തിയറി അല്ലെങ്കിൽ വെയിറ്റിംഗ് ലൈൻ മെത്തേഡ് നമ്മൾ ബിടെക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അത്ര ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനില്ല. അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ അത് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. കുറേ മോഡൽസ് ഉണ്ട് ക്യൂയിങ് തിയറിയിൽ. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മോഡലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ്. പക്ഷെ അത് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഒരു മാർക്ക് ഈസി, 1-2 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു മാർക്കിൽ തന്നെ ആയിരിക്കുമല്ലോ റാങ്കിന്റെ ഒക്കെ വ്യത്യാസം വരുന്നത്. സോ ഓരോ മാർക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് മിസ് ചെയ്യരുത്. വളരെ സിമ്പിൾ ആണ്, പഠിക്കാനൊക്കെ വളരെ സിമ്പിൾ ആണ്. സോ ഇക്വേഷനും അതിന്റെ കൺസെപ്റ്റും മിസ് ചെയ്യരുത്. ഓക്കെ, സോ എന്താണ് ആക്ച്വലി ക്യൂയിങ് തിയറി? ഇതാ നമുക്ക് ഈ ഫിഗറിൽ കാണുമ്പോൾ അറിയാം. നമുക്ക് ഏതെങ്കിലും ഒരു സർവീസ്, ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലെ ഒരു സർവീസ്, ആ സർവീസ് കിട്ടാൻ എന്ത് ചെയ്യണം നമ്മൾ? ഇപ്പം ഇയാളെയാണ് പറയുന്നത് സെർവർ എന്ന് പറയും. സർവീസ് തരുന്ന ആളെ സെർവർ എന്ന് പറയുന്നു. അതായത് ആ സർവീസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ക്യൂ നിൽക്കും അല്ലെ? കുറെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്യൂ നിൽക്കും. അതുപോലെ ATM മെഷീന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നു, മറ്റ് എന്തെങ്കിലും ഓഫീസിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നു. അന്നേരം ക്യൂയിങ് തിയറി എന്ന് പറയുന്നത് ആ സെർവർ എത്ര സമയം എടുത്ത് എന്ത് ചെയ്യുന്നു, പിന്നെ ആ സർവീസ് കൊടുക്കുന്നു, അതുപോലെ എത്ര ആൾക്കാരുണ്ട്, എത്ര സമയം ഒരാൾ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എത്ര ക്യൂ ലെങ്ത് കാണണം, അതിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ മോഡലിനെയാണെന്ന് പറയുന്നത് ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ക്യൂയിങ് തിയറിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ടു മിനിമൈസ് മാക്സിമം ക്യൂയിങ് ടൈം. ക്യൂയിങ് ടൈം പിന്നെ എന്ത് ചെയ്യുക? ഏറ്റവും മിനിമൈസ് ചെയ്യുക. ഓക്കെ, അതുപോലെ സർവീസ് റേറ്റ് കൂട്ടുക. അതായിരിക്കും ഫൈനലി ക്യൂയിങ് തിയറിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്ക്, ക്യൂയിങ് തിയറി ഈസ് എ മാത്തമാറ്റിക്കൽ സ്റ്റഡി ഓഫ് വെയിറ്റിംഗ് ഫോർ എ ക്യൂ. അന്നേരം എത്രയേ ഉള്ളൂ, ഒരു ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്നു, അതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റഡിയാണ്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ, സോ മാത്തമാറ്റിക്കൽ സ്റ്റഡിയാണ് ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. എ ക്യൂയിങ് മോഡൽ ഈസ് കൺസ്ട്രക്റ്റഡ് സോ ദാറ്റ് ക്യൂ ലെങ്ത് ആൻഡ് വെയിറ്റിംഗ് ടൈം ക്യാൻ ബി പ്രെഡിക്റ്റഡ്. അന്നേരം ക്യൂ ലെങ്തും നമ്മൾ ക്യൂ ലെങ്ത് എത്രത്തോളം ക്യൂവിന് ലെങ്ത് ഉണ്ട്, ഞാനിപ്പോൾ പറഞ്ഞ ഇപ്പോൾ ഈ ക്യൂവിൻ്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് പീപ്പിൾ ആണ്. ഓക്കെ, സോ എത്ര ക്യൂ ലെങ്ത് ഉണ്ട്, അതുപോലെ വെയിറ്റിംഗ് ടൈം എത്ര നേരം അവർ വെയിറ്റ് ചെയ്യണം, ഇതെല്ലാം നമുക്ക് ക്യൂയിങ് തിയറി വഴി, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ക്യൂയിങ് തിയറി ഈസ് ജനറലി കൺസിഡേർഡ് എ ബ്രാഞ്ച് ഓഫ് ഓപ്പറേഷണൽ റിസർച്ച് ബിക്കോസ് ഓഫ് റിസൾട്ട് ആർ ഓഫൺ യൂസ്ഡ് ഫോർ മേക്കിംഗ് ബിസിനസ് ഡിസിഷൻസ് അബൌട്ട് ദ റിസോഴ്സസ് നീഡഡ് ടു പ്രൊഡ്യൂസ് സർവീസ്. അന്നേരം ഇത്രേ ഉള്ളൂ, ഓപ്പറേഷൻ റിസർച്ചിലെ ഒരു ബ്രാഞ്ചാണ്. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ക്യൂയിങ് തിയറി എന്ന് പറയുമ്പോൾ എപ്പോഴും ആൾക്കാർ ക്യൂ നിൽക്കുന്ന മാത്രമല്ല ക്യൂയിങ് തിയറിയിൽ വരുന്നത്. നമ്പർ ഓഫ് ജോബ്സ്, ഇപ്പോൾ നമ്മളൊരു മാനുഫാക്ചറിങ് പിന്നെ ഒരു ഫാക്ടറിയിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ മെഷീന്, ഇപ്പോൾ ATM മെഷീൻ വരെ ഒരു പർട്ടിക്കുലർ മെഷീൻ നമ്മൾ അസ്യൂം ചെയ്താൽ ഓരോ പ്രോഡക്റ്റും ആ മെഷീനിൽ എന്ത് ചെയ്യണം? മെഷീൻ ചെയ്യണം. അന്നേരം നമ്പർ ഓഫ് പ്രോഡക്റ്റുകളും എന്ത് ചെയ്യാം? ഇങ്ങനെ ക്യൂവിൽ നിൽക്കാൻ പറ്റും. ഓക്കെ, അന്നേരം ആൾക്കാർ മാത്രമല്ല ഒരിക്കലും ക്യൂവിൽ നിൽക്കുന്നത്, നമ്പർ ഓഫ് പ്രോഡക്ട്സ്, എന്തെങ്കിലും ജോബ്, പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ്, അതൊക്കെ ആയിരിക്കും അതും കൂടെ എന്തിൽ ഉൾപ്പെടും? ക്യൂയിങ് തിയറിയിൽ ഉൾപ്പെടും. ഓക്കെ, സോ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചാണ് ഓപ്പറേഷൻ റിസർച്ചിലെ. വെയിറ്റിംഗ് ലൈൻ കനോട്ട് ബി എലിമിനേറ്റഡ് കംപ്ലീറ്റ്ലി, ബട്ട് സ്യൂട്ടബിൾ ടെക്നിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു റെഡ്യൂസ് ദ വെയിറ്റിംഗ് ടൈം ഓഫ് ദി ഒബ്ജക്റ്റ്. അന്നേരം വെയിറ്റിംഗ് ലൈൻ ക്യൂ ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു 10 പേര് വരുന്ന പിന്നെ സ്ഥലത്ത് പിന്നെ 10 ക്യൂ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 10 സർവീസ് കൊടുക്കുന്ന ആൾക്കാർ വേണം. അതെന്തായാലും ഒരിക്കലും എന്തില്ല, എക്കണോമിക്കലല്ല. എന്നാൽ എന്തായാലും അവിടെ ഒരു ക്യൂ കാണും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? വെയിറ്റിംഗ് ടൈം, എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യണം, അത് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എ ലോങ് വെയിറ്റിംഗ് ലൈൻ മേ റിസൾട്ട് ഇൻ ദ ലോസ് ഓഫ് കസ്റ്റമർ ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് നമുക്ക് തന്നെ അറിയാം, കൂടുതൽ ക്യൂ ഉള്ള സ്ഥലത്ത് നമ്മൾ എന്തായാലും പോകത്തില്ല അല്ലേ? അന്നേരം ലോങ് വെയിറ്റിംഗ് ടൈം ആണെങ്കിൽ അവിടെ കസ്റ്റമറിനെ ലോസ് ചെയ്യും. അതുപോലെ വെയിറ്റിംഗ് ടൈം ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പ്രൊവൈഡിങ് അഡീഷണൽ സർവീസ്. അന്നേരം വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ ആൾക്കാരെ സർവീസിന് കൊടുക്കണം. ഓക്കെ, അന്നേരം ഇപ്പോൾ ഒരാൾ സർവീസ് ചെയ്യുന്നതിന് നേരം കൂടുതൽ ആൾക്കാർ കൊടുത്താൽ നമുക്ക് വെയിറ്റിംഗ് ടൈം കുറയ്ക്കാം. പക്ഷേ അതെന്ത് കൂട്ടും? പിന്നെ ഇൻക്രീസ് ദ ഐഡിൽ ടൈം ഓഫ് ദി സർവീസ്. ഐഡിൽ ടൈം ഒക്കെ എന്താണെന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. സർവീസ് കൂട്ടുന്നതനുസരിച്ച് എക്കണോമിക് പിന്നെ കോസ്റ്റ് ഓഫ് പിന്നെ സർവിങ് കൂടുകയും ചെയ്യും, അതുപോലെ ഐഡിൽ ടൈം കൂടുകയും ചെയ്യും. ഐഡിൽ ടൈം എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയാണ് ഒരു ക്യൂയിങ് തിയറിയുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, കാണാതെ ഒന്നും പഠിക്കേണ്ട. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല, ക്യൂ എന്താണെന്ന് മനസ്സിലായില്ല, അത്രേ ഉള്ളൂ.
അല്ലാതെ ക്യൂയിങ് തിയറിയുടെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അതൊന്നും ചോദിക്കത്തില്ല. ഇനി നമുക്ക് ഒറിജിനൽ കാര്യങ്ങളിലോട്ടൊക്കെ പോവാം ക്യൂയിങ് തിയറിയുടെ. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്യൂയിങ് തിയറിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ആണ്. ഫസ്റ്റ് 2 ടേംസ് ഇത്രയേ ഉള്ളൂ. മെയിനായിട്ടുള്ള 2 വരുന്നത് ഒരു സെർവർ ആണ്. സെർവർ എന്ന് പറഞ്ഞാൽ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളിനെയാണെന്ന് പറയുന്നത് സെർവർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ് സൂപ്പർ മാർക്കറ്റിലെ ആ ബില്ല് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ബില്ല് കൊടുക്കുന്ന അല്ലെങ്കിൽ പൈസ വാങ്ങിക്കുന്ന ആളിനെയാണെന്ന് പറയുന്നത് അവിടെ സെർവർ. അതുപോലെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പീപ്പിൾ എന്നും പറയും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ആ സർവീസിന് വേണ്ടി ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരെയാണെന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ലല്ലോ. ഓക്കെ, അടുത്ത എന്താണ്? അറൈവൽ എന്താണെന്ന് നോക്ക്. ദ പ്രോസസ് ബൈ വിച്ച് കസ്റ്റമേഴ്സ് അറൈവ് അറ്റ് എ ലൈൻ ഓർ ക്യൂ. അന്നേരം അറൈവൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ ലൈനിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് ചേരുന്നത്, അതിനെയാണെന്ന് പറയുന്നത് അറൈവൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു ചേരും, അതിനെയാണ് അറൈവൽ എന്ന് പറയുന്നത്. വരുന്നു. ഓക്കെ, സിമ്പിളാണ്. അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആൾ കൊടുക്കുന്ന ഇതിനെ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ ആൾക്കാർ വന്നത് അത് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സർവീസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് സർവീസ് ദാറ്റ് എ കസ്റ്റമർ ഈസ് വെയിറ്റിംഗ് ഓൺ. അന്നേരം കസ്റ്റമർ എന്തിനു വെയിറ്റ് ചെയ്യുന്നോ അതിനു വേണ്ടി സർവീസ് കൊടുക്കുന്നു, അതിനെയാണ് സിമ്പിളി എന്ത് പറയുന്നത്? സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പിന്നെ അതുപോലെ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യുന്നത് ഒരു സർവീസാണ്. അതുപോലെ ATM മെഷീൻ ആണെങ്കിൽ ATM മെഷീനിൽ ആ മെഷീൻ പൈസ കൊടുക്കുന്നത് ഒരു സർവീസാണ്. ഇവിടെ ആണെങ്കിൽ എന്തുവാ? സൂപ്പർ മാർക്കറ്റിൽ ബില്ല് അടിച്ച് കൊടുക്കുന്നത് ഒരു സർവീസാണ്. ഓക്കെ, അടുത്തത് ലീവിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ സർവീസ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇയാൾ സർവീസ് പുള്ളിയുടെ നിന്ന് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? തിരിച്ച് പോകുന്നു അല്ലേ? ബില്ല് പൈസയൊക്കെ കൊടുത്ത് പോകുന്നു, അതിനെയാണെന്ത്? ലീവിങ്. ദ പ്രോസസ് ഓഫ് ഡിപ്പാർട്ടിങ് ഫ്രം ദ ക്യൂവിൽ നിന്നും പോകുന്നതിനെയാണെന്ന് പറയുന്നത് ലീവിങ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം അറൈവൽ എന്താണ്? സർവീസ് എന്താണ്? ലീവിങ് എന്താണ്? കസ്റ്റമേഴ്സ് എന്താണ്? സെർവർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ സർവീസ് നമുക്ക് മോർ ദാൻ വൺ സർവീസും വരാതെ അവിടെ നിൽക്കട്ടെ. പിന്നെ ക്യൂ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്, എത്രത്തോളം ക്യൂ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതെല്ലാം നമ്മൾ ഇനി അങ്ങോട്ട് പറയും, ആ പടം കാണിച്ചെന്നേ ഉള്ളൂ. അടുത്തത് ടൈപ്സ് ഓഫ് ക്യൂയിങ് മോഡൽസ് ആണ്. ഓക്കെ, അന്നേരം അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെർവറിനെ ബേസ് ചെയ്തിട്ടാണ്. സെർവർ എന്ന് പറഞ്ഞാൽ സർവീസ് കൊടുക്കുന്ന ആളിനെ. ഇപ്പോൾ ATM മെഷീൻ ആണെങ്കിൽ ATM മെഷീനിൻ്റെ നമ്പറിനെ. ഇപ്പോൾ പിന്നെ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ എത്ര ആളാണ് അവിടെ ബില്ല് ചെയ്യാൻ ഇരിക്കുന്നത്. ഓക്കെ, അതാണ് സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമ്പർ ഓഫ് സെർവറിനെ അനുസരിച്ച് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സിംഗിൾ സെർവർ ആൻഡ് മൾട്ടിപ്പിൾ സെർവർ ക്യൂയിങ് മോഡൽ. ഓക്കെ, അന്നേരം എന്തായിരിക്കും സിംഗിൾ സെർവർ? ഇതാണ് സിംഗിൾ സെർവർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒറ്റ ക്യൂയെ കാണും അല്ലേ? അല്ലെങ്കിൽ ക്യൂവിൻ്റെ എണ്ണം അവിടെ നിൽക്കട്ടെ, അതവിടെ പോട്ടെ, ഒറ്റ സെർവറെ കാണും. കണ്ട, അവിടെ സർവീസ് കൊടുക്കാൻ നിൽക്കുന്ന ആൾ ഒരാളെ കാണും, ഒറ്റ സെർവറെ കാണും. ഇൻ ദിസ് ഓൺലി വൺ സെർവർ ഈസ് സർവിങ് ദ കസ്റ്റമർ. ഓക്കെ, അന്നേരം ഒരു കസ്റ്റമറിനെ സെർവ് ചെയ്യാൻ ഒറ്റ ആളെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? നമുക്ക് സിംഗിൾ സെർവർ ക്യൂയിങ് മോഡൽ എന്ന് വിളിക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തേത് മൾട്ടിപ്പിൾ സെർവർ ക്യൂയിങ് മോഡൽ. ഇത്രയേ ഉള്ളൂ. മോർ ദാൻ വൺ ഉണ്ടെങ്കിൽ അല്ലേ? മോർ ദാൻ വൺ, 2ൽ കൂടുതൽ ആൾക്കാർ സെർവർ ഉണ്ടെങ്കിൽ, ഇവിടുത്തെ കേസിൽ 1, 2, 3 പേരുണ്ട് അല്ലേ? സർവീസിന് 3 പേരുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് മൾട്ടിപ്പിൾ സെർവർ ക്യൂയിങ് മോഡൽ. ഓക്കെ, മോർ ദാൻ വൺ സെർവർ ഉണ്ടെങ്കിൽ. അതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തത് വേറെ 2 ടൈപ്പാണ്, ഫൈനൈറ്റ് ക്യൂ ലെങ്തും ഇൻഫിനിറ്റ് ക്യൂ ലെങ്തും. ഓക്കെ, അന്നേരം ഫൈനൈറ്റ് ക്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇൻഫിനിറ്റ് ക്യൂ ലെങ്ത് പറയാം. ഇൻഫിനിറ്റ് ക്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ദ ക്യൂ ഹാസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദി ലെങ്ത്. ആ ക്യൂവിൻ്റെ ലെങ്തിൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇപ്പം നമ്മൾ ATM മെഷീൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നു, അന്നേരം ATMൻ്റെ മുമ്പിൽ 10 പേരെ നിൽക്കാവൂ അങ്ങനെ നിർബന്ധമില്ലല്ലോ, അല്ലെങ്കിൽ നിയമമുണ്ടോ? ഇല്ല. 20 പേരെ നിൽക്കാമെന്ന് നിയമമില്ല. ഓക്കെ, അന്നേരം അതൊരു എക്സാമ്പിൾ. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൻ്റെ ക്യൂവിന് വേണ്ടി എത്ര പേർക്ക് വേണമെങ്കിലും നിൽക്കാം, ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഇത്ര പേരെ നിൽക്കാവൂ എന്ന് റെസ്ട്രിക്ഷൻ ഇല്ല, ക്യൂവിൽ നിൽക്കാവുന്ന റെസ്ട്രിക്ഷൻ ഇല്ല. അതിന് എന്ത് പറയും? ഇൻഫിനിറ്റ് ക്യൂ ലെങ്ത് എന്ന് പറയും. ഓക്കെ, സോ ക്യൂ ഹാസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ഇറ്റ്സ് ലെങ്ത്. എനി നമ്പർ ഓഫ് പേഴ്സൺ ഓർ ജോബ് ക്യാൻ ജോയിൻ ദ ക്യൂ. എത്ര പേർക്ക് വേണമെങ്കിലും ക്യൂവിൽ എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, ക്യൂ ഇൻ ഫ്രണ്ട് ഓഫ് ATM മെഷീൻ. ഓക്കെ, ഇനി ഫൈനൈറ്റ് ക്യൂ ലെങ്ത് എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ക്യൂ മാത്രമേ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റൂ. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കാർ പാർക്കിംഗ് ഏരിയ. കണ്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. അന്നേരം കാർ പാർക്കിംഗ് ഏരിയയിൽ ഇത്ര കാറ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പാർക്ക് ചെയ്യാൻ പറ്റൂ.
അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അന്നേരം നിങ്ങൾ ചോദിക്കും അവിടെ ക്യൂ അല്ലല്ലോ എന്ന്. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പ് അന്നേരം ഇതും എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. വർക്ക്ഷോപ്പ് അന്നേരം വർക്ക്ഷോപ്പിൽ 10 വെഹിക്കിളിന് ഒരു ദിവസം 10 വെഹിക്കിളിന് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം പിന്നെ ബൈക്കിൻ്റെയൊക്കെ കാറിൻ്റെയൊക്കെ വർക്ക്ഷോപ്പ് പിന്നെ സർവീസിന് പോകുമ്പോഴും നമുക്കറിയാം അല്ലേ, നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ചെന്ന് കഴിയുമ്പോഴത്തേന് അവിടെ ഫില്ലായി എന്ന് പറയും അല്ലേ, അന്നേരം ഇന്ന് കിട്ടത്തില്ലെന്ന് പറയും. അന്നേരം അതെന്താണ് അവിടെ, അത് ഫൈനൈറ്റ് ക്യൂ ലെങ്ത് ആണ് അല്ലേ. ഇത്ര പേരെ ഒരു ദിവസം അവരെന്ത് ചെയ്യും, സർവീസ് ചെയ്യും. അതുപോലെ ഇവിടുത്തെ കേസ് എന്താണ്, പിന്നെ കാർ പാർക്കിങ്ങിൻ്റെ കേസ് ഇത്ര കാർ മാത്രമേ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂ. അന്നേരം ഇപ്പം 10 കാറേ പാർക്ക് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ 10 സർവീസേ ചെയ്യാൻ പറ്റൂ. 11ാമത്തെ ഒരാൾ വന്നാൽ എന്ത് ചെയ്യാം, സർവീസ് ചെയ്യാതെ പോകാനേ വഴിയുള്ളൂ, ശരിയല്ലേ, തിരിച്ചു പോകാനേ വഴിയുള്ളൂ. അതിനെയാണെന്ന് പറയുന്നത് ഫൈനൈറ്റ് ക്യൂ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യൂ കണ്ടെയ്ൻസ് റെസ്ട്രിക്റ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ ഓർ ജോബ്. കണ്ടോ, ക്യൂവിൽ റെസ്ട്രിക്റ്റഡ് നമ്പറേ ഉള്ളൂ. 10 പേരെങ്കിൽ 10 പേര്, 11ാമത്തെ ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എക്സാമ്പിൾ എന്താണ്, ക്യൂ ഓഫ് cars in the car parking area. If number of no space for car parking, the coming car should leave the queue. ശരിയല്ലേ, അന്നേരം കാർ പാർക്കിങ് സ്പേസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇനി വരുന്ന കാറുകൾ എന്ത് ചെയ്യണം, ലീവ് ചെയ്യാനേ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് ഫൈനൈറ്റ് ക്യൂ ലെങ്ത്. ഓക്കെ, അന്നേരം ഇൻഫിനിറ്റ് ക്യൂ ലെങ്ത് എന്താണ്, ഫൈനൈറ്റ് ക്യൂ ലെങ്ത് എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് ഫൈനൈറ്റ് പോപ്പുലേഷൻ മോഡലും ഇൻഫിനിറ്റ് പോപ്പുലേഷൻ മോഡലും. അന്നേരം ക്യൂ ലെങ്തിനെ ബേസ് ചെയ്തില്ല, പോപ്പുലേഷനെ ബേസ് ചെയ്ത എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പാണ് നോക്ക്. ഓൺലി സം പീപ്പിൾ ക്യാൻ ജോയിൻ ദ ക്യൂ. അത് എക്സാമ്പിൾ ഇനി നമ്മളിങ്ങോട്ട് പറയാം, അത്രേ ഉള്ളൂ. സം പീപ്പിൾ ക്യാൻ ജോയിൻ ദ ക്യൂ. ഒരു പർട്ടിക്കുലർ പീപ്പിളിന് മാത്രമേ ആ ക്യൂവിൽ എന്ത് ചെയ്യാൻ പറ്റൂ, ജോയിൻ ചെയ്യാൻ പറ്റൂ. അതിനാണെന്ന് പറയുന്നത് ഫൈനൈറ്റ് പോപ്പുലേഷൻ. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല. അടുത്ത ഇൻഫിനിറ്റ് പോപ്പുലേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ, എനിബഡി ക്യാൻ കം ഫോർ ദ സർവീസ് ആൻഡ് ജോയിൻ ദ ക്യൂ. ആർക്ക് വേണമെങ്കിലും വന്ന് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ആ ക്യൂവിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സോ ഫൈനൈറ്റ് പോപ്പുലേഷൻ മോഡൽ എന്ന് പറയുമ്പോഴത്തേന് ഓൺലി സം പീപ്പിൾ ക്യാൻ ജോയിൻ ദ ക്യൂ. ഇൻഫിനിറ്റ് പോപ്പുലേഷൻ മോഡൽ എന്ന് പറയുമ്പോൾ എനിബഡി ക്യാൻ കം ആൻഡ് ജോയിൻ ദ ക്യൂ. ഓക്കെ, അന്നേരം പിന്നെ ഇത്രയാണ് എന്ത് ക്യൂയിങ് മോഡൽസിൻ്റെ മെയിനായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, അടുത്ത ഒരു ടേമാണ് പിന്നെ ക്യൂയിങ് മോഡലിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ക്യൂ ഡിസിപ്ലിൻ ഓർ ടൈപ്സ് ഓഫ് സർവീസ്. ഓക്കെ, അന്നേരം ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. ഈ ക്യൂവിൽ വരുന്ന ആൾക്കാരെ എങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, സർവീസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന ആളെ ആദ്യമേ സർവീസ് ചെയ്യണോ, അവസാനം വന്ന ആളെ ആദ്യമേ സർവീസ് ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസ് ഉണ്ടോ, അതിനെയാണ് പറയുന്നത് ക്യൂ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അന്നേരം നോക്ക്, ഇറ്റ് ഈസ് ദ ഓർഡർ ഇൻ വിച്ച് മെമ്പേഴ്സ് ഓഫ് ദി ക്യൂ ആർ ഓഫേർഡ് സർവീസ്. അന്നേരം ക്യൂവിൽ കുറേ ആൾക്കാരുണ്ട്, ഇങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, അതിൽ ആരെ ആദ്യമേ അല്ലെങ്കിൽ ഏത് ഓർഡറിൽ സർവീസ് കൊടുക്കണം, ദാറ്റ് ഈസ് കാൾഡ് എന്ത്, ക്യൂയിങ് ഡിസിപ്ലിൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കോളേജിലൊക്കെ വൈവയ്ക്ക് നിൽക്കുമ്പോഴത്തേന് നമ്മൾ ആദ്യം വന്നവരെ അല്ലല്ലോ അവിടെ വൈവയ്ക്ക് വിളിക്കുന്നത്, എന്ത് വെച്ചായിരിക്കും, റോൾ നമ്പർ വെച്ചായിരിക്കും. അതൊരു പർട്ടിക്കുലർ ഓർഡറാണ്. ചില കേസിൽ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ആദ്യം വന്നവരെ വിളിക്കും അല്ലേ, ചിലപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ വിളിക്കും, ചിലപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ ബേസിനെ വിളിക്കും. ഓക്കെ, അതിനെയാണെന്ന് പറയുന്നത് ക്യൂയിങ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഓർഡർ ഇൻ വിച്ച് സർവീസ് ഈസ് പ്രൊവൈഡഡ്. ഇറ്റ് ഈസ് എ റൂൾ അക്കോർഡിംഗ് ടു വിച്ച് കസ്റ്റമേഴ്സ് ആർ സെലക്റ്റഡ് ഫോർ സർവീസ് വെൻ ക്യൂ ഹാസ് ബീൻ ഫോംഡ്. അന്നേരം ക്യൂ ഫോം ചെയ്തതിന് ശേഷം എങ്ങനെ കസ്റ്റമറിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, വളരെ സിമ്പിളാണ്. അതിൻ്റെ 4 ടൈപ്പ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസ് എന്ന് പറയും കേട്ടോ, FCFS അല്ലേ, ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇത്രയേ ഉള്ളൂ, ആദ്യം വരുന്ന ആളെ ആദ്യം സർവീസ് ചെയ്യും. ദാറ്റ് ഈസ് കാൾഡ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസ്. അടുത്തത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വന്ന ആളെ ഫസ്റ്റ് സർവീസ് ചെയ്യും. ഓക്കെ, പിന്നെ അതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലേ. അടുത്തത് സെലക്ഷൻ ഫോർ സർവീസ് ഇൻ റാൻഡം ഓർഡർ. ഓക്കെ, അന്നേരം SRO അല്ലെങ്കിൽ SIRO എന്നൊക്കെ വിളിക്കും. ഇത്രയേ ഉള്ളൂ, സർവീസ് ഇൻ റാൻഡം ഓർഡർ SRO എന്ന് വിളിക്കും. പിന്നെ റാൻഡം ഓർഡറിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ 10 പേരുണ്ടെങ്കിൽ അതിന് 5ാമത്തെ ആളെ ആദ്യമേ വിളിക്കും, 3ാമത്തെ ആളെ വിളിക്കും, പിന്നെ 10ാമത്തെ ആളെ വിളിക്കും, അങ്ങനെ റാൻഡമായിട്ട് വിളിക്കുന്നതിനാണ് SRO അല്ലെങ്കിൽ സർവീസ് ഇൻ റാൻഡം ഓർഡർ. അടുത്തത് പ്രയോറിറ്റി ട്രീറ്റ്മെൻറ്റ്. പ്രയോറിറ്റി അനുസരിച്ച് ഇപ്പം വല്ല VIP അവരെ ആദ്യമേ വിളിക്കും. ഇപ്പം നമ്മൾ പിന്നെ എയർപോർട്ടിലൊക്കെ പോകുമ്പോഴത്തേന് VIP സീറ്റുകാരായിരിക്കും ആദ്യം വിളിക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് വിളിക്കുന്നത് എന്തുമായിരിക്കും, എക്കണോമിക്കുകാരായിരിക്കും അല്ലേ. അന്നേരം അതിനെയാണ് പ്രയോറിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ക്യൂയിങ് ഡിസിപ്ലിൻ പിന്നെ ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ളത് ഏത് മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അന്നേരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസായി മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യൂ. ഓക്കെ.
ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് അറൈവൽ എന്താണെന്ന്. അറൈവൽ എന്താണ്? നമ്മുടെ സർവീസിലേക്ക് പിന്നെ അല്ലെങ്കിൽ ക്യൂവിലേക്ക് പിന്നെ പുതിയ ആൾക്കാർ വന്ന് ചേരുന്നതിനെയാണ് പറയുന്നത് അറൈവൽ എന്ന് പറയുന്നത് അല്ലേ. ദ പ്രോസസ് ബൈ വിച്ച് കസ്റ്റമർ അറൈവ് അറ്റ് ദ ലൈൻ ഓർ ക്യൂവിലോട്ട് വരുന്നതിനെയാണ് അറൈവൽ എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. വി അസ്യൂം ദാറ്റ് അറൈവൽ ഫോളോസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമുക്കറിയത്തില്ല എത്ര പേര് എപ്പോൾ വരുമെന്ന് അല്ലേ. ഒരു ക്യൂവിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ന സമയത്ത് ഒരാൾ വരും, അല്ലെങ്കിൽ ഇന്ന 5 മിനിറ്റ് കൊണ്ട് 2 പേര് വരും, അരമണിക്കൂർ കൊണ്ട് 10 പേര് വരും. അങ്ങനെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അൺപ്രെഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ അറൈവലിനെ നമ്മൾ ഇവിടെ ഏത് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനായിട്ട് അസ്യൂം ചെയ്യുന്നത്? പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിച്ചിട്ടുണ്ട്. അറൈവൽ റെപ്രസെൻറ്റഡ് ബൈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അറൈവൽ റേറ്റ്. അറൈവൽ റേറ്റ് എന്ന് പറയുന്നത് എത്ര പേർ 1 മണിക്കൂറിൽ വന്നു, അല്ലെങ്കിൽ എത്ര പേർ 1 മിനിറ്റിൽ. നോർമലി മണിക്കൂറിലാണ് പറയുന്നത്. ഓക്കെ. അതിന് എത്ര പേർ 1 മണിക്കൂറിൽ ആ ക്യൂവിൽ വന്നു ചേർന്നു. ഇപ്പോൾ 10 മണിക്ക് ക്യൂ സ്റ്റാർട്ട് ചെയ്തു, 11 മണി വരെ 10 പേര് വന്നു ചേർന്നെങ്കിൽ, 10 പേര് വന്നെങ്കിൽ അവിടുത്തെ അറൈവൽ റേറ്റ് എത്ര ആയിരിക്കും? 10 ആയിരിക്കും. എന്താ? 10 പെർ അവർന്ന് നമ്മൾ വിളിക്കും. അതായത് അറൈവൽ റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പെർ അവറിലാണ്. അതിൽ എത്ര നമ്പേഴ്സ് ആൾക്കാർ വന്നു ചേർന്നു. ഓക്കെ. സോ അറൈവൽ റേറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലാംഡ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന കേസെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അറൈവൽ റേറ്റിനെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലാംഡ. ഓക്കെ. ലാംഡ കൊണ്ടിരിച്ചായിരിക്കും. എന്നാൽ ലാംഡ എവിടെ ഉണ്ടോ അതിനെ വിളിക്കുന്ന പേര് അറൈവൽ റേറ്റ് എന്നാണ്. ഇനി നമ്മൾ ത്രൂ ഔട്ട് ലാംഡ കൊണ്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ യൂണിറ്റ് എന്താണ്? അറൈവൽ റേറ്റ് എന്ന് പറയുന്നത് ലാംഡ പെർ അവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ലാംഡ ആൾക്കാർ ആ ക്യൂവിൽ വന്നു ചേർന്നു. 15 പേര്, ലാംഡ ഈക്വൽ ടു 15 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അവറിൽ, അവർ എന്ന് പറയുന്നത് അവർ തന്നേക്കുന്ന യൂണിറ്റ് ആണേ. ഇപ്പം നമുക്ക് മിനിറ്റിലും പറയാം, ദിവസത്തിലും പറയാം, എന്ത് വേണമെങ്കിലും പറയാം. തൽക്കാലം ഞാൻ 1 അവർ എന്ന് പറയുന്നു. ഒരു ടൈമിൻ്റെ യൂണിറ്റ് ഇവിടെ കാണണം, അത്രയേ ഉള്ളൂ. ടൈമിൻ്റെ യൂണിറ്റ് ഇവിടെ കാണണം. സോ 1 അവറിൽ 15 ആൾക്കാർ വന്നു ചേർന്നു. ഓക്കെ. ദാറ്റ് ഈസ് കാൾഡ്, കുറേ പറയുന്ന കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറൈവൽ റേറ്റ്. ഓക്കെ. രണ്ടാമത്തത് അതേപോലെ ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് സർവീസ് റേറ്റ്. അതായത് എന്താണ് സർവീസ്? ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് സർവീസ് ദാറ്റ് കസ്റ്റമർ വെയിറ്റിംഗ്. അതായത് കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്ന പിന്നെ അതിനനുസരിച്ച് സർവീസ് കൊടുക്കുന്നതിനാണ് സർവീസ് എന്ന് പറയുന്നത്. സർവീസ് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. സർവീസ് റേറ്റ് എന്ന് പറയുന്നതും അവറിലാണ് പറയുന്നത്. പെർ അവർ അല്ലെങ്കിൽ പെർ ഡേ അല്ലെങ്കിൽ പെർ മിനിറ്റ്, പെർ ടൈമിലാണ് പറയുന്നത്. എത്ര സർവീസ് ചെയ്തു കൊടുത്തു, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ എത്ര സർവീസ് ചെയ്തു, അല്ലാതെ സർവീസ് ചെയ്ത സമയമല്ല. അതാണ് എപ്പോഴും നമുക്ക് തെറ്റുന്നത്. ആ ക്വസ്റ്റ്യനിൽ തരുന്നത് 10 മിനിറ്റിൽ സർവീസ് ചെയ്തു എന്നായിരിക്കും. 10 മിനിറ്റിൽ സർവീസ് ചെയ്തു. പക്ഷേ നമുക്ക് വേണ്ടുന്നത് എന്താ? 1 മിനിറ്റിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എത്ര സർവീസ് ചെയ്തു, എത്ര ആൾക്കാർക്ക് സർവീസ് ചെയ്തു കൊടുത്തു. അതാണ് നമ്മൾ സർവീസ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? വെരി ഇമ്പോർട്ടൻറ്റ്, തെറ്റിപ്പോകരുത്. ഇത്രയേ ഉള്ളൂ. അറൈവൽ റേറ്റും സർവീസ് റേറ്റ് എന്ന് പറയുന്ന നമ്പേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 1 മണിക്കൂറിൽ എത്ര ആൾക്കാർ വന്നു അതിനെ അറൈവൽ റേറ്റ് എന്ന് പറയും. 1 മണിക്കൂറിൽ എത്ര സർവീസ് ചെയ്തു കൊടുത്തു അതിനെ സർവീസ് റേറ്റ് എന്ന് പറയും. അല്ലാതെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇങ്ങനെ പറയും, സർവീസ് ചെയ്യാൻ 30 മിനിറ്റ് എടുത്തു. അന്നേരം അവിടെ മ്യൂ ആണ് സർവീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അന്നേരം മ്യൂ എന്ന് പറയുന്നത് 30 മിനിറ്റ് അല്ല. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു സർവീസ് ചെയ്യാൻ 30 മിനിറ്റ് എന്ന് എടുത്താൽ മ്യൂ 30 മിനിറ്റ് അല്ല, അത് തെറ്റാണ്. ഓക്കെ. 1 മണിക്കൂറിൽ എത്ര സർവീസ് ചെയ്തു എന്നാണ് മ്യൂ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സോ മ്യൂ ഈസ് ദ സർവീസ് റേറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് മറ്റൊരു കാര്യം, ഇറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. സർവീസ് റേറ്റ് അല്ലെങ്കിൽ സർവീസ് ഈസ് അസ്യൂംഡ് ടു ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. സോ അറൈവൽ എന്ന് പറയുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനും സർവീസ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ ആണല്ലോ? സോ അത് രണ്ടും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് 3 ടേംസ് വരും ഇതിൽ. ഒന്നാമത്തത് ബാൾക്കിംഗ് ആണ്. ബാൾക്കിംഗ്. ഓക്കെ. അന്നേരം അത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ടേമാണ്. ബാൾക്കിങ്, റെനേയിങ് ആൻഡ് ജോക്കിയിങ്. ഓക്കെ. അന്നേരം അത് 3 എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ബാൾക്കിംഗ് എന്ന് നോക്ക്. ബാൾക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 3 ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ബാൾക്കിംഗ് എന്താണെന്ന് നോക്ക്. ഇത്രയേ ഉള്ളൂ. ഒറ്റ സെൻറ്റൻസിൽ വളരെ ചെറിയ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നു. വെൻ ദ പേഴ്സൺ, ആദ്യമേ ഒരാൾ വരുന്നു കേട്ടോ, അത് എഴുതിയിട്ടില്ല. വെൻ ദ പേഴ്സൺ കം ആൻഡ് വെൻ ദ പേഴ്സൺ ഡസ് നോട്ട് ജോയിൻ ദ ക്യൂ ഡ്യൂ ടു ലെങ്തി ലൈൻ. അന്നേരം നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു വലിയൊരു പിന്നെ നമ്മൾ ATM മെഷീൻ്റെ മുമ്പിൽ ചെല്ലുന്നു.
അതായത് ATM മെഷീൻ്റെ മുമ്പിൽ ചെല്ലുമ്പോഴത്തേന് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു 10 പേര് ഉള്ള പിന്നെ ഒരു ക്യൂ ആണ്. നമ്മൾ എന്ത് ചെയ്യും, ലോജിക്കലി നമുക്ക് സമയം കാണത്തില്ല, അന്നേരം നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആ ക്യൂവിൽ ജോയിൻ ചെയ്യാതെ തിരിച്ചു പോകും. അതിനെയാണെന്ന് പറയുന്നത് ബാൾക്കിംഗ്. സിമ്പിളാണ്. ഓക്കെ, സോ വെൻ ദ പേഴ്സൺ ഡസ് നോട്ട് ജോയിൻ ദ ക്യൂ ഡ്യൂ ടു ലെങ്തി ലൈൻ, അന്നേരം ലെങ്തി ലൈൻ ഉണ്ടായത് കൊണ്ട് തന്നെ ആ പേഴ്സൺ, ഇപ്പം നോക്കുക, ഇതാണ് ഇവിടുത്തെ പേഴ്സൺ, കണ്ടോ. അന്നേരം ഈ പേഴ്സണിൻ്റെ പ്രത്യേകത എന്താ, അയാൾ നേരെ വരുന്നു. അന്നേരം ഇത് എല്ലാ ലൈനും എന്താണ്, ഓൾമോസ്റ്റ് ലെങ്തിയാണ്. സോ അയാൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് വരുന്ന ആൾ തിരിച്ചു പോകുന്നു. ഓക്കെ, അന്നേരം ദ കസ്റ്റമർ ഡിസൈഡ് നോട്ട് ടു എൻ്റർ ദ വെയിറ്റിംഗ് ലൈൻ, അല്ലെങ്കിൽ പേഴ്സൺ ഡസ് നോട്ട് ജോയിൻ ദ ക്യൂ ഡ്യൂ ടു ലെങ്തി ലൈൻ, ദാറ്റ് ഈസ് കാൾഡ് ബാൾക്കിംഗ്. ഓക്കെ, അടുത്തത് എന്ത് പറഞ്ഞിരിക്കുന്നത്, കസ്റ്റമർ ഡസ് നോട്ട് ജോയിൻ ദ ക്യൂ, അത് തന്നെ ലീവ് ദ സിസ്റ്റം ബിക്കോസ് ക്യൂ ഈസ് വെരി ലോങ്. ലോജിക്കലി എന്തായിരിക്കും, ക്യൂ ലെങ്ത് കൂടുതൽ കൊണ്ടായിരിക്കും പുള്ളി എന്ത് ചെയ്തത്, തിരിച്ചു പോയത്. ഇനി 2 തരത്തിലുള്ള ബാൾക്കിംഗ് ഉണ്ട്. അൺഫോഴ്സ്ഡ് ബാൾക്കിംഗ് ഉണ്ട്, പിന്നെ ഫോഴ്സ്ഡ് ബാൾക്കിംഗ് ഉണ്ട്. അൺഫോഴ്സ്ഡ് ബാൾക്കിംഗ് എന്ന് പറഞ്ഞാൽ നോ വൺ ഫോഴ്സിങ് ഹിം ടു ലീവ്, അതായത് പുള്ളി ലീവ് ചെയ്യാൻ പുള്ളി തന്നെ തീരുമാനിച്ചു പോയതാണ്. ലെങ്ത് കാരണം, ലെങ്ത് വലിയ ക്യൂ ലെങ്ത് ആയതുകൊണ്ട് പുള്ളി തന്നെ തീരുമാനിച്ചങ്ങ് പോയി, ആരും പുള്ളി എന്ത് ചെയ്തില്ല, ഫോഴ്സ് ഒന്നും ചെയ്തില്ല. അതിന് ഫോഴ്സ്ഡ് ബാൾക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ല പിടിച്ച് തള്ളി വന്നതല്ല, നീ കയറണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തള്ളി കളയൊന്നുമല്ല. ഫോഴ്സ് ടു ലീവ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ് ലെങ്ത് ഓഫ് ക്യൂ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഫൈനൈറ്റ് ലെങ്ത് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം 10 കാറുകൾക്കേ സർവീസ് കൊടുക്കൂ, 11ാമത്തെ ആൾ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ക്യൂവിൽ നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ പറഞ്ഞേക്കുന്നത്, ഫോഴ്സ്ഡ്. അന്നേരം 11ാമത്തെ ആൾ വരുന്നു, പുള്ളിക്ക് വില്ലിങ് ആയിരുന്നു ആ ക്യൂവിൽ നിൽക്കാൻ, പക്ഷേ പുള്ളിക്ക് ഒരു ചാൻസും ഇല്ല, കാര്യം 10 പേരെ സർവീസ് അവിടെ ചെയ്യൂ. സോ അതുകൊണ്ട് പുള്ളി തിരിച്ചു പോകുന്നു. അതിനെയാണ് പറയുന്നത് ഫോഴ്സ്ഡ് ബാൾക്കിങ്ങും, ബാങ്കിങ് അല്ല കേട്ടോ, സ്പെല്ലിങ് തെറ്റാണ്. ഫോഴ്സ്ഡ് ബാൾക്കിങ്ങും ആൻഡ് അൺഫോഴ്സ്ഡ് ബാൾക്കിങ്. ഓക്കെ, അന്നേരം എക്സാമ്പിൾ മനസ്സിലായല്ലോ. അടുത്തത് റിനേഗിങ് ആണ്. റിനേഗിങ്. ഓക്കെ, എന്താണ് റിനേഗിങ് നോക്ക്. എ പേഴ്സൺ ജോയിൻ ദ ലൈൻ ആൻഡ് ആഫ്റ്റർ സം ടൈം ഹീസ് ലെഫ്റ്റ്. അന്നേരം സംഭവം എന്തും ലൈനിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നതാണ്, പക്ഷേ പുള്ളി ആദ്യമേ ലൈനിൽ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ബാൾക്കിങ്ങിൻ്റെ പ്രത്യേകത, പുള്ളി വന്നപ്പോഴേ അങ്ങ് തിരിച്ചുപോയി, ലൈനിൽ ജോയിൻ ചെയ്തില്ല. അന്നേരം ഇതും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും അല്ലേ. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു, ലൈനിൽ തന്നെ നിൽക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു, പറ്റാത്തത് കൊണ്ട്. ഓക്കെ, സോ പേഴ്സൺ ജോയിൻ ദ ലൈൻ ആൻഡ് ആഫ്റ്റർ സം ടൈം ഹി ലെഫ്റ്റ്, ദാറ്റ് ഈസ് കാൾഡ് റിനേഗിങ്. അന്നേരം കസ്റ്റമർ ജോയിൻസ് ദ ക്യൂ ഫോർ എ ഷോർട്ട് പീരീഡ് ആൻഡ് ദെൻ ലീവ് ദ സിസ്റ്റം ആസ് ക്യൂ മൂവിങ് വെരി സ്ലോലി. കണ്ടോ, അന്നേരം പുള്ളി പിന്നാണ് അറിഞ്ഞത് ഈ ക്യൂ എന്തോ വളരെ പതുക്കെയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, പുള്ളി തിരിച്ചു പോകുന്നു. അന്നേരം നോക്ക്, ഈ കസ്റ്റമർ ഓൾറെഡി അവിടെ പിന്നെ അതിൽ ജോയിൻ ചെയ്തു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവരെന്ത് ചെയ്തു, അങ്ങ് തിരിച്ചു പോയി. എന്തുകൊണ്ടാണ്, പിന്നെ ക്യൂവിൻ്റെ പിന്നെ സ്ലോയിലാണ് ക്യൂ പോകുന്നത്, അതുകൊണ്ട് പുള്ളിക്ക് സമയമില്ലാത്തതുകൊണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് കാൾഡ് റിനേഗിങ്. അടുത്തത് ലാസ്റ്റ് ജോക്കിങ് എന്താണെന്ന് നോക്ക്. വെൻ ദ കസ്റ്റമർ കീപ്സ് ചേഞ്ചിങ് ദ ക്യൂ ജസ്റ്റ് ഇൻ ഹോപ്പ് ടു ഗെറ്റ് ഫാസ്റ്റ് സർവീസ്. അന്നേരം എത്രയേ ഉള്ളൂ, ആ കസ്റ്റമർ ഇപ്പം 3 ക്യൂ ഉണ്ടെങ്കിൽ, ഇവിടുത്തെ കേസിൽ 3 ക്യൂ ഉണ്ട്. അന്നേരം എന്ത് ചെയ്യും, ആദ്യമേ കസ്റ്റമർ ഇവിടെ വന്നു അല്ലേ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ കസ്റ്റമർ താ നിൽക്കുന്നു, കണ്ടോ. അന്നേരം നോക്ക്, ഇവിടെ ഒരു ലൈനേ ഉള്ളായിരുന്നു, അതുകൊണ്ട് പുള്ളിക്കാരൻ എന്താണ് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അന്നേരം കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഈ സർവീസ് അങ്ങ് തിരിച്ച് പോകുന്നത്, ഫുഡ് കഴിക്കാൻ പോകും. അന്നേരം ഇയാൾ എന്ത് ചെയ്യും, വീണ്ടും അടുത്ത ലൈനിൽ പോകും. അങ്ങനെ മാറി ഓരോ ലൈനിൽ ഇങ്ങനെ മാറി നിൽക്കുന്നതിനാണ് പറയുന്നത് ജോക്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം നോക്കുക, വെൻ എ കസ്റ്റമർ കീപ്സ് ചേഞ്ചിങ് ദ ക്യൂ ജസ്റ്റ് ഇൻ ഹോപ്പ് ടു ഗെറ്റ് ഫാസ്റ്റർ ക്യൂ സർവീസ്. അന്നേരം ഇവിടെ നോക്കുമ്പോൾ അക്കരപ്പച്ച പോലെ ഇവിടെ നോക്കുമ്പോഴത്തേന് എന്ത് ചെയ്യും, ഇത് നല്ലതാണെന്ന് തോന്നുന്നു, അന്നേരം ഇവിടെ വരുന്നു, ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വീണ്ടും മറ്റെടുത്ത് പോകുന്നു. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് ജോക്കിങ്. ജനറലി ഹാപ്പൻസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദി ക്യൂ. അന്നേരം ഇത് തുടക്കത്തിലായിരിക്കും, എന്തായാലും നമ്മൾ ഫസ്റ്റ് ആ ക്യൂവിൽ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും, അല്ലാതെ കുറേ നേരം നിന്നിട്ട് ഇനി അടുത്ത് വരുമ്പോഴത്തേനും എന്തായാലും മാറത്തില്ലല്ലോ. കാര്യം എന്താ, ഇപ്പോൾ ആ പുള്ളി കുറേ നേരം ഇവിടെ നിൽക്കുമ്പോഴത്തേനും മറ്റ് സ്ഥലങ്ങളിലെല്ലാം കുറേ ആൾക്കാർ വരും അല്ലേ, അന്നേരം എന്തായാലും മാറത്തില്ല. തുടക്കത്തിൽ മാത്രമായിരിക്കും അതിൻ്റെ ഡിസിഷൻ എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഓക്കെ, ഇനി ഇൻ മൾട്ടിപ്പിൾ സെർവർ സിസ്റ്റം, അതെന്തായാലും മൾട്ടിപ്പിൾ സെർവർ സിസ്റ്റത്തിൽ മാത്രമേ ഓരോരുത്തോട്ടും മാറാൻ പറ്റൂ അല്ലേ, ഒറ്റ ലൈനാണെങ്കിൽ പിന്നെ മാറാൻ പറ്റത്തില്ലല്ലോ. ദാറ്റ് ഈസ് കാൾഡ് ജോക്കിങ്. ഓക്കെ, വളരെ സിമ്പിളാണ്, ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് വൺ വളരെ സിമ്പിളാണ്, ചീറ്റേഴ്സ്. നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, ചീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂവിൻ്റെ ഇടയ്ക്ക് കയറാൻ നോക്കുന്ന ആൾക്കാർ അല്ലേ. കസ്റ്റമർ ടേക്സ് ഇല്ലീഗൽ മീനിങ് ലൈക്ക് ബ്രൈബിങ്, ഫൈറ്റിങ്, ജസ്റ്റ് ഹോപ്പ് ടു ഗെറ്റ് സർവീസ് ഫാസ്റ്റർ. ഓക്കെ, ആ ക്യൂവിൻ്റെ ഇടയ്ക്ക് കയറാൻ നോക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഉടായ്പകളിനെയാണ് എന്ത് പറയുന്നത്, ചീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ക്യൂയിങ് മോഡൽ. നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ എങ്ങനെ ഒരു ക്യൂയിങ് മോഡലിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ തന്നിട്ട് ഓരോന്നും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കുക. ക്യൂയിങ് മോഡൽസ് ആർ റെപ്രസെൻറ്റഡ് ബൈ കെൻഡൽ ആൻഡ് ലീ നൊട്ടേഷൻ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കെൻഡൽ നൊട്ടേഷൻ, കെൻഡൽ എന്നാണ് മോസ്റ്റ്ലി പറയുന്നത്, ആൻഡ് കെൻഡൽ ആൻഡ് ലീ നൊട്ടേഷൻ ആണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, എ ബി സി, ഓക്കെ, ദെൻ ഡി ഇ എഫ്, അങ്ങനെ 6 ലെറ്റേഴ്സ് ആയിരിക്കും അതിൽ വരുന്നത്. എ ബി സി ആൻഡ് ഡി ഇ എഫ്. ഓരോന്നും എന്താണെന്ന് നോക്കാം നമുക്ക്. എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അറൈവൽ പാറ്റേൺ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അറൈവൽ പാറ്റേൺ. ഓക്കെ, അതാണ് എ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറൈവൽ എന്ന് പറയുന്നത് ലാംഡ, അറൈവൽ റേറ്റ് ലാംഡ പെർ അവർ ആണ്. അതുപോലെ അറൈവലിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോയിസൺസ് ഡിസ്ട്രിബ്യൂഷനിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം അറൈവലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്, എ എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അറൈവൽ പാറ്റേൺ. അത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇന്ന രീതിയിൽ, അതൊക്കെ നമ്മൾ എക്സാമ്പിളിൽ പറയും. അതുപോലെ വേറെ എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അത് ഇന്ന രീതിയിൽ കാണിക്കും. ഇത്രയേ ഉള്ളൂ. അറൈവൽ ഏത് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് കാണിക്കുന്നതാണ് എ. അന്നേരം ബി ഏതായിരിക്കും, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് പാറ്റേൺ. ശരിയല്ലേ? അന്നേരം അറൈവൽ ലാംഡ ആയിരുന്നു, സർവീസ് നമ്മുടെ ഏതായിരുന്നു, മ്യൂ ആയിരുന്നു അല്ലേ. സർവീസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മ്യൂ ആണ്. ഇത്ര ആൾക്കാരെ സർവീസ് ചെയ്തു 1 മണിക്കൂറിൽ. ഓക്കെ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബി ആണ്. സോ എയും ബിയും മനസ്സിലായല്ലോ. സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെർവർ ഇൻ ദ സിസ്റ്റം. ഞാൻ പറഞ്ഞു സിംഗിൾ സെർവർ ആവാം, ഒറ്റ ഒരാളാവാം, ഒരു ATM മെഷീൻ ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെർവർ ആവാം, ഒന്നിൽ കൂടുതൽ, പിന്നെ 2ഓ 3ഓ. അന്നേരം ഇവിടെ ഇത്രയേ ഉള്ളൂ. സിയുടെ ഒറ്റ സെർവർ ആണെങ്കിൽ സി എന്ന് പറഞ്ഞാൽ 1 എഴുതും, 2 സെർവർ ഉണ്ടെങ്കിൽ 2 എന്ന് എഴുതും, 3 സെർവർ ഉണ്ടെങ്കിൽ 3 എന്ന് എഴുതും. ഓക്കെ, അന്നേരം സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെർവർ ആണ്. ഇനി അടുത്തത് ഡി എന്താണെന്ന് നോക്ക്. ഡി എന്ന് പറയുന്നത് സർവീസ് റൂൾ ഓർ സർവീസ് ഓർഡർ ഓർ ക്യൂ ഡിസിപ്ലിൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അങ്ങനെ ഓരോന്നുണ്ടല്ലോ, പിന്നെ പ്രയോറിറ്റി വെച്ച്, അതിനെയാണ് ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അന്നേരം ഏത് ടൈപ്പാണ് സർവീസ് റൂള് അല്ലെങ്കിൽ സർവീസ് ഓർഡർ, എങ്ങനെ ഏത് ഓർഡറിൽ സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ ക്യൂ ഡിസിപ്ലിൻ, ക്യൂവിൻ്റെ ഡിസിപ്ലിൻ എങ്ങനെയാണ്, അതാണ് ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇ എന്ന് പറയുന്നത് നോക്ക്. പിന്നെ 5-മത്തത് സൈസ് ഓർ കപ്പാസിറ്റി ഓഫ് ദി സിസ്റ്റം ഓർ സിസ്റ്റം ലെങ്ത്. സിസ്റ്റത്തിൻ്റെ ലെങ്ത്. സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം. നമ്മളിനി പറയും. ഇത്രേ ഉള്ളൂ. ഒരു സെർവർ കാണും, പിന്നെ ഒരു ക്യൂ കാണും അല്ലേ, നമ്പർ ഓഫ് പേഴ്സൺ ക്യൂവും കാണും. അന്നേരം ഈ ക്യൂവും സെർവറും കൂടെ ചേർത്ത്, സെർവറിനെ അല്ല, അവിടെ സെർവറിൻ്റെ അടുത്ത് ഒരാൾ കാണുമല്ലോ, സെർവറിൻ്റെ അടുത്ത് എന്തായാലും ഒരാൾ കാണുമല്ലോ, ഇത്രയും ക്യൂ ഉണ്ട്, പിന്നെ അതിലൊരാൾ ഇവിടെയും കാണും അല്ലേ. അന്നേരം അയാളെയും കൂടെ ചേർത്തിട്ടാണ് മൊത്തത്തിലാണെന്ന് പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത്. അന്നേരം മൊത്തത്തിൽ ക്യൂവും സെർവറിനെയും ആ സെർവറിൻ്റെ അടുത്തേക്കുന്ന ആളെ എല്ലാത്തിനും കൂടെ ചേർത്തിട്ടാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്യൂ എന്ന് മാത്രം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെർവറും കൂടെ അതിൽ വരും. ഓക്കെ, അന്നേരം ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ വിശദമായിട്ട് അത് പറയും. അന്നേരം ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താണ് കപ്പാസിറ്റി ഓഫ് ദി സിസ്റ്റം ഓർ ലെങ്ത് ഓഫ് ദി സിസ്റ്റം, സിസ്റ്റത്തിൻ്റെ ലെങ്ത്. ചുരുക്കി പറഞ്ഞാൽ ഇ എന്ന് പറയുന്നത് 2 ടേമേ ഉള്ളൂ, ഇൻഫിനിറ്റി ഉണ്ട്, ഫൈനൈറ്റും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ടേംസ് പറഞ്ഞപ്പോഴത്തേന് ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു ഫൈനൈറ്റ് ക്യൂ ലെങ്തും ഇൻഫിനിറ്റി ക്യൂ ലെങ്ത്. ഇത് തന്നെയാണ് ആ ഇ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫൈനൈറ്റ് ക്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ 10 പേര്, 20 പേര്, അല്ലെങ്കിൽ n നമ്പേഴ്സ്. ഓക്കെ, ഇൻഫിനിറ്റി ക്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ വേണമെങ്കിലും വരാം, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. സോ അതാണ് ഇ കൊണ്ട് എന്ത് ചെയ്യുന്നത്, അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ എത്ര പീപ്പിൾ വരെ വരാം. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ആവാം, അല്ലെങ്കിൽ ഫൈനൈറ്റ് ആവാം. സോ ഇ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻഫിനിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഫൈനൈറ്റ് n ആയിരിക്കും. n എന്ന് പറഞ്ഞാൽ 10 ആവാം, 20 ആവാം, 30 ആവാം, എത്ര ആണെങ്കിലും ആവാം. ഓക്കെ, ലാസ്റ്റ് എഫ് എന്ന് പറയുന്നത് സൈസ് ഓർ കപ്പാസിറ്റി ഓഫ് കാളിംഗ് പോപ്പുലേഷൻ ഓർ കാളിംഗ് പോപ്പുലേഷൻ ലെങ്ത്. കോളിംഗ് പോപ്പുലേഷൻ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞോണം, കുറച്ച് പേരെ സെലക്റ്റഡ് പോപ്പുലേഷൻ ആവാം, അല്ലെങ്കിൽ എന്താവാം, എനി നമ്പർ ഓഫ് ആൾക്കാർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിൽ ചേരാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. കോളിംഗ് പോപ്പുലേഷൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഫൈനൈറ്റ് പോപ്പുലേഷൻ മോഡലും ഇൻഫിനിറ്റും, അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫൈനൈറ്റ് പോപ്പുലേഷൻ മോഡലും ഇൻഫിനിറ്റ് പോപ്പുലേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ കോളിംഗ് പോപ്പുലേഷൻ ഇൻഫിനിറ്റിയും വരും, ഫൈനൈറ്റ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേന് എന്നും വരും. ഓക്കെ, ദാറ്റ് ഈസ് അതാണ് ലാസ്റ്റ് എഫ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മളിങ്ങനെ ഒരു പിന്നെ 6 ലെറ്റേഴ്സിൽ എഴുതുമ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, അറൈവൽ, ബി എന്ന് പറയുന്നത് സർവീസ്, സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെർവർ,
ഡി എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ് റൂള്, സർവീസ് റൂള്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അത്. ഇ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോപ്പുലേഷൻ ഇൻ ദി സിസ്റ്റം, ആ പോപ്പുലേഷൻ എൻ വരെ ആവാം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആവും. എഫ് എന്ന് പറയുന്നത് ഇത് ഓർത്ത് വെച്ചേക്കണം, പോപ്പുലേഷൻ കോളിംഗ് പോപ്പുലേഷൻ ലെങ്ത് അല്ലെങ്കിൽ സൈസ് ഓർ കപ്പാസിറ്റി ഓഫ് കോളിംഗ് പോപ്പുലേഷൻ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സോ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്, ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ എം 1 FCFO ഇൻഫിനിറ്റി. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് നോക്ക്. ക്യാപിറ്റൽ എം എന്ന് ഉദ്ദേശിക്കുന്നത് അറൈവൽ ആൻഡ് സർവീസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ എം, ശരിയല്ലേ? അറൈവലും സർവീസും എം കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇത് തന്നെയാണ്. അറൈവൽ എന്ന് പറയുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനും സർവീസ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും. ഓക്കെ, അന്നേരം പോയിസൺ ഫസ്റ്റ് എം എന്ന് പറയുന്നത് ഫസ്റ്റ് എം ആണെങ്കിൽ ഓർത്ത് വെച്ചേക്കുക അറൈവൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. സെക്കൻഡ് എം ആണെങ്കിൽ ഓർത്ത് വെച്ചേക്കുക അറൈവൽ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഓക്കെ, അന്നേരം പോയിസൺ ഡിസ്ട്രിബ്യൂഷനെയും എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനെയും നമ്മളുടെ ഈ മോഡലിൽ എം എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എം ആയിരിക്കും നമുക്ക് പഠിക്കാനുള്ള, വേറെ ഡിസ്ട്രിബ്യൂഷനും നമ്മൾക്ക് പഠിക്കാനില്ല. ഓക്കെ, ഇനി എം ഈസ് കാൾഡ്, എം എന്താണ്? മെമ്മറി ലെസ് പ്രോപ്പർട്ടി. എമ്മിനെ വിളിക്കുന്ന പേരാണ് മെമ്മറി ലെസ് പ്രോപ്പർട്ടി. എന്താണ് മെമ്മറി ലെസ് പ്രോപ്പർട്ടി? നോക്ക്, ഇൻ മെമ്മറി ലെസ് പ്രോപ്പർട്ടി വി അസ്യൂം ദാറ്റ് സിസ്റ്റം ഹാസ് നോ മെമ്മറി, ദാറ്റ് ഈസ് സിസ്റ്റം നോട്ട് ടേക്ക് അക്കൗണ്ട് എർലിയസ്റ്റ് സിസ്റ്റം കണ്ടീഷൻ ടു ഡിഫൈൻ ദ പ്രസൻറ്റ് സ്റ്റേറ്റ്. എന്നിട്ട് ഇത്രയേ ഉള്ളൂ, നേരത്തെ സിസ്റ്റത്തിൻ്റെ കണ്ടീഷനൊന്നും സിസ്റ്റം ചൂസ് ചെയ്തില്ല. പ്രസൻറ്റ് സ്റ്റേറ്റിന് എന്ന് പറഞ്ഞാൽ മെമ്മറി ഒന്നും ഇല്ല, നേരത്തെ കണ്ടീഷൻ എന്താണെന്ന് ഓർത്തൊന്നും വെക്കാതെ ഉള്ള മോഡലിനെയാണെന്ന് പറയുന്നത് മെമ്മറി ലെസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അന്നേരം മെമ്മറി ലെസ് പ്രോപ്പർട്ടിയുടെ 2 എക്സാമ്പിളാണ് ഈ പോയിസണും എക്സ്പോണൻഷ്യലും. ഓക്കെ, അത്രയും ഓർത്താൽ മതി. അന്നേരം ഇത്രയേ ഉള്ളൂ, എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോയിസണും എക്സ്പോണൻഷ്യലും തന്നെയാണെന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? അന്നേരം എം എന്താണ്? നമ്മുടെ ഒറിജിനൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, അറൈവലും സർവീസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും. ഇനി ഈ 1 എന്തായിരിക്കും? സർവീസ്, നമ്പർ ഓഫ് സെർവർ ആയിരിക്കുമല്ലോ. നമ്പർ ഓഫ് സെർവർ 1 ആകാം ഇൻഫിനിറ്റി ആവാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? 1 ആവാം, 1 കൂടുതലും ആവാം. സോ ഇവിടുത്തെ കേസിൽ നമ്പർ ഓഫ് സെർവർ എത്രയാണ്? 1 ആണ് അല്ലേ? സോ നമ്പർ ഓഫ് സെർവർ ഈസ് 1. ഇനി FCFO എന്താണ്? ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട്, ശരിയല്ലേ? ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, അടുത്ത ഇൻഫിനിറ്റി എന്തായിരുന്നു? ഈ പോപ്പുലേഷൻ അല്ലേ? ക്യൂ ലെങ്ത് ഈസ് ഇൻഫിനിറ്റി. ആ ക്യൂ ലെങ്ത് അല്ലെങ്കിൽ സിസ്റ്റം ലെങ്ത് രണ്ടായാലും ഒന്നാണ്. ഓക്കെ, ക്യൂ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ആ ക്യൂവിൻ്റെ മാത്രം എണ്ണമാണ്. സിസ്റ്റം ലെങ്ത് എന്ന് പറയുമ്പോൾ അവിടെ സെർവറിൻ്റെ അടുത്തിരിക്കുന്ന ഒരാളെയും കൂടെ വരും. അന്നേരം ക്യൂ ലെങ്ത് ഇൻഫിനിറ്റി ആണെങ്കിൽ സിസ്റ്റം ലെങ്ത് ഇൻഫിനിറ്റി ആയിരിക്കുമല്ലോ. സോ ക്യൂ ലെങ്ത് അല്ലെങ്കിൽ സിസ്റ്റം ലെങ്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി. ലാസ്റ്റ് ഇൻഫിനിറ്റി എന്താണ്? കോളിംഗ് പോപ്പുലേഷൻ ലെങ്ത് ഈസ് ഇൻഫിനിറ്റി. ഓക്കെ, കോളിംഗ് പോപ്പുലേഷൻ ലെങ്ത് ഇൻഫിനിറ്റിയാണ്. മനസ്സിലായല്ലോ? സോ ഇങ്ങനെയാണ് ക്യൂയിങ് മോഡലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് പഠിക്കാനുള്ള ക്യൂയിങ് മോഡലിൽ നമ്മുടെ പ്രോബ്ലം വരുന്ന ക്യൂയിങ് മോഡലിൽ ഇത്ര ഓർത്താൽ മതി. എം തന്നെയായിരിക്കും, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും, പിന്നെ സെർവർ നമ്പർ ഓഫ് സെർവർ 1ൻ്റെ മാത്രമേ നമുക്ക് പഠിക്കുന്നുള്ളൂ. അതുപോലെ ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇൻഫിനിറ്റി മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, ക്യൂ ലെങ്ത് ഇൻഫിനിറ്റി, അതുപോലെ കോളിംഗ് പോപ്പുലേഷൻ ലെങ്ത് ഇൻഫിനിറ്റി. പക്ഷേ നമ്മൾ ബിടെക്കിൽ പഠിച്ചപ്പോഴത്തേന് നമ്മൾ നമ്പർ ഓഫ് സെർവർ ഇത് രണ്ടും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും തന്നെയാണ് പഠിച്ചത്. പക്ഷേ നമ്പർ ഓഫ് സെർവർ നമ്മൾ 1 കൂടുതലും പഠിച്ചായിരുന്നു. പക്ഷേ അതൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് ഇക്വേഷനാണ്. അതൊന്നും നമ്മുടെ ഗേറ്റിൻ്റെ സിലബസിൽ പോലും അതില്ല. നമ്പർ ഓഫ് സെർവർ 1 വെച്ചിട്ടേ ഉള്ളൂ. എന്തായാലും മാക്സിമം ഇത്രേ ചോദിക്കാൻ പോകുന്നുള്ളൂ, നമ്പർ ഓഫ് സെർവർ 1. ഓക്കെ, അതുപോലെ ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട്. ഓക്കെ, പിന്നെ ഇൻഫിനിറ്റിയൊക്കെ മാറ്റി ലിമിറ്റഡ് നമ്പർ ഓഫ് ക്യൂ ലെങ്ത് ഒക്കെ നമ്മൾ ബിടെക്കിൽ പഠിച്ചു. പക്ഷേ അതൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ ഗേറ്റ് IES പോലുള്ള സിലബസിൽ എല്ലാം എന്തേ ഉള്ളൂ. അതുപോലെ കേരള PSC ഇതുവരെ ചോദിച്ചു കണ്ട ക്വസ്റ്റ്യനിലെല്ലാം ക്യൂയിങ്ങിൻ്റെ കേസിൽ സിംഗിൾ സെർവർ സിസ്റ്റം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ നമ്മളിവിടെ പഠിക്കുന്നത് സിംഗിൾ സെർവർ സിസ്റ്റം ആയിരിക്കും. ഓക്കെ.